ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ടെടുക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കാൻ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. ഇനി ഇതിൽ ഓവറായിട്ട് കളറാവാൻ നിൽക്കരുത്. കാരമൽ കരിഞ്ഞു പോയാൽ ആ പുഡിങ്ങിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും. എന്നിട്ട് ചൂടോടെ തന്നെ നമ്മൾ പുഡിങ് തയ്യാറാക്കുന്ന ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. തണുത്താൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടി പിടിക്കും. എന്നിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് അതിൻ്റെ താഴ്ഭാഗത്തൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടുത്തിനി നമുക്ക് എടുക്കേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. ഇതിൻ്റെ മഞ്ഞ നമുക്ക് ആവശ്യമില്ല. ഇപ്പം ഞാൻ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ അതൊരു 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് കൂട്ടാവുന്നതാണ്. കുറച്ച് മധുരം മതിയെന്നുള്ളവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര കുറയ്ക്കാം. ഇനി ഇവ രണ്ടും നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം ഞാനതൊരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ മുട്ടയും പഞ്ചസാരയും ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. പക്ഷേ ഒരുപാട് സമയം പിടിക്കും അതൊന്ന് പൊങ്ങി വരാനൊക്കെ ആയിട്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. ഈ പാത്രം നമ്മൾ ചരിക്കുമ്പം ആ മുട്ടയുടെ വെള്ളം താഴെ വീഴാത്ത രീതിയിൽ അത്രയ്ക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടണം. ഇതേപോലെ അതേ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചരിച്ച് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ വേണം നിങ്ങളിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അത് മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഒരു ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നിങ്ങളതൊന്ന് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ആവി വെച്ച് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചത് ആ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിനുമുമ്പ് അതിൻ്റെ മുകളിലായിട്ട് നിങ്ങളൊരു മൂടി വെച്ച് അടച്ച് വെക്കുക. അതിൻ്റെ ആവിയിലെ വെള്ളം അതിൻ്റെ മുകളിൽ വീഴാൻ പാടില്ല. അതുകൊണ്ടൊരു മൂടി വെച്ച് എന്തായാലും നിങ്ങളൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതൊന്ന് തയ്യാറായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഈ സ്റ്റിക്ക് നല്ലപോലെ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും മതി. നല്ല സൂപ്പറായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിലും ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയപ്പം എനിക്കത്ര വിചാരിച്ചത്ര ഷേപ്പിൽ അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ.